നമസ്കാരം. ടെക്നോളജിയെപ്പറ്റി അല്ലെങ്കിൽ സിനിമയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് എപ്പിസോഡ് ചെയ്യണമെന്ന് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു സിനിമയ്ക്ക് കഥയുണ്ടാക്കാനായി പേപ്പർ വാങ്ങാൻ പോകുന്നിടം മുതൽ ഒരു സിനിമ തിയേറ്ററിലെത്തുന്നവരെ, സെൻസറിങ് കഴിഞ്ഞ് തിയേറ്ററിലെത്തുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാക്കാനായി കുറേ എപ്പിസോഡ് ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. തിരക്കഥ എന്താണ്, സംവിധാനം എന്താണ്, അസോസിയേറ്റ് ഡയറക്ടർ എന്താണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്താണ്, പ്രൊഡക്ഷൻ ഡിസൈനർ എന്താണ്, കലാസംവിധാനം എന്താണ്, എല്ലാ വിഭാഗങ്ങളെയും കുറിച്ച് ഓരോ എപ്പിസോഡ് വീതം ഞാൻ ചെയ്യാം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ സിനിമ ഡിജിറ്റലിൽ കടന്ന് AI സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുകയാണ്. നമ്മളെ മനുഷ്യ ജീവിതം തന്നെ ഇനി AI ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 1957 പുറത്തു വന്ന നാഗി റെഡ്ഡി നിർമ്മിച്ച് KV റെഡ്ഡി സംവിധാനം ചെയ്ത് NT രാമറാവു, SV രംഗറാവു, അക്കിനേനി നാഗേശ്വര റാവു, ജമിനി ഗണേശൻ, സാവിത്രി മുതലായവർ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയാണ് മായബസാർ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സിനിമയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പുതിയ തലമുറ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കാൻ വഴിയില്ല. നിങ്ങൾ മായബസാർ ഇട്ട് കാണണം എന്ന് ഞാൻ പറയും. യൂട്യൂബിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമയിലെ ചില രംഗങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളെ അതിശയിപ്പിക്കും. അതുപോലെ തന്നെ B. വിട്ടലാചാര്യ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവും സംവിധായകനുണ്ടായിരുന്നു. 1999 79 വയസ്സിലാണ് വിട്ടലാചാര്യ മരിക്കുന്നത്. കന്നഡയിലും തെലുങ്കിലുമായി നിരവധി സൂപ്പർ ഹിറ്റ് പുരാണ മാന്ത്രിക സിനിമകൾ എടുത്തയാളാണ് വിട്ടലാചാര്യ. NT രാമറാവുവിനെ ശ്രീകൃഷ്ണനാക്കി മാറ്റിയതിൽ മുൻപന്തിക്കാരനാണ് വിട്ടലാചാര്യ. 19 സിനിമകൾ NT രാമറാവുവിനെ വച്ച് വിട്ടലാചാര്യ സംവിധാനം ചെയ്തു. ശ്രീനിവാസ കല്യാണ പോലെയുള്ള സിനിമകൾ, ക്യാമറ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാനാകും എന്ന് ഇന്ത്യയിൽ തെളിയിച്ച ആദ്യ സിനിമാക്കാരനാകണം വിട്ടലാചാര്യ. അന്ന് ഒന്നും വന്നിട്ടില്ലല്ലോ, കമ്പ്യൂട്ടറും ഡിജിറ്റലും AIയും ഒന്നും വന്നിട്ടില്ലല്ലോ. ജ്ഞാനപ്പട ബ്രഹ്മ, മായാജാല മന്നൻ എന്നൊക്കെ ഈ സിനിമാ നിർമ്മാണ സംവിധായകനെ സ്നേഹപൂർവ്വം പ്രേക്ഷകർ വിളിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ മായാജാല മന്നൻ എന്ന് തന്നെയാണ് വിട്ടലാചാര്യ പറയേണ്ടത്. ശരിക്കും സിനിമയിൽ മായാജാല മന്നൻ തന്നെയായിരുന്നു വിട്ടലാചാര്യ. അദ്ദേഹത്തിൻ്റെ ഏതൊരു പടം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ അതിലെ വിഷ്വലുകൾ കണ്ടപ്പോൾ. കുട്ടിക്കാലമല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നും മാസത്തിൽ ഒരു വെള്ളിയാഴ്ച നേമം ബാസുര തിയേറ്ററിൽ മാറ്റിനിക്ക് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. വീട്ടിൽ നിന്ന് 25 പൈസ എന്തോ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അമ്മയുടെ മുമ്പ് കിടന്ന് കാരഞ്ഞും ബഹളം വച്ചൊക്കെയാണ് 25 പൈസ വാങ്ങുന്നത്. പാതാള ഭൈരവി, സതി സാവിത്രി, മായബസാർ, ദുര്യോധന ഇൻ പാണ്ഡവവാസം, ഹിരണ്യകശിപു, ഭക്തപ്രഹ്ലാദ, സമ്പൂർണ്ണ രാമായണം, ഇവയിലൊക്കെ സമരള വെങ്കട രംഗറാവു എന്ന SV രംഗറാവു കാണിക്കുന്ന ഗിമ്മിക്സുകളുണ്ടാവും. രംഗറാവു നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങിയത്. കുട്ടുവങ്ങളിലും അണ്ടവിലും ഒക്കെ ആയിട്ട് കുന്നുപോലെ കൂട്ടിവെച്ച മധുര പലഹാരങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് കഴിച്ചു തീർക്കുന്ന ബഗനായിട്ട് എന്താ പറയുക, രംഗറാവു കാണിക്കുന്ന പണികൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിക്കുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു. ആട്ടോറിക്ഷയുടെ വലിപ്പമുള്ള മിക്സർ ക്യാമറ ലൈറ്റുകൾ ഉപയോഗിച്ച്, ലൈറ്റൊക്കെ വലിയ 2 പേരെടുത്താൽ എടുക്കാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലായിരുന്നു പണ്ടത്തെ ലൈറ്റ്. ഇപ്പോൾ ചെവരിൽ ഫ്ലഗ് ചെയ്യാവുന്ന കൊച്ചു ലൈറ്റുകൾ വെച്ചല്ലേ ഡീറ്റെയിൽ എടുക്കണേ. അപ്പോൾ ഇങ്ങനത്തെ വലിയ ഓട്ടോറിക്ഷ പോലുള്ള മിച്ചൽ ക്യാമറയും വലിയ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾക്കായി ട്രിക്ക് ഷോട്ടുകൾ എടുക്കുന്ന വേന്തന്മാരുണ്ടായിരുന്നു. അതുപോലെ മിനിയേച്ചർ വർക്കുകൾ വെച്ച് അത്ഭുതങ്ങൾ കാട്ടിത്തരുന്ന നമ്മുടെ മലയാളിയായ A. വിൻസെൻറ്റിനെ പോലുള്ള ഛായാഗ്രാഹകന്മാരും ഉണ്ടായിരുന്നു. കാലം ഒരുപാട് പുരോഗമിച്ച ശേഷം രാജീവ് അഞ്ചലിനെ പോലുള്ള മിടുക്കരായ കലാസംവിധായകൻ, രാജീവ് അഞ്ചലിനെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു മിടുക്കർ.
രാജീവഞ്ചൽ ഉണ്ടാക്കുന്ന മിനിയേച്ചറുകൾ വച്ച് പുറപ്പാടിൽ കുറേ വർക്കുകൾ ചെയ്തിരുന്നു. ഉരുൾപൊട്ടുന്നതും വെള്ളപ്പൊക്കവും വീടുകൾ തകരുന്നതും ആടുമാടുകൾ ഒഴുകിപ്പോകുന്നതുമൊക്കെ വിൻസെൻ്റ് മാഷിൻ്റെ മേൽനോട്ടമാകാം എന്ന നിർദ്ദേശം ജെ.സി. സാറിൽ നിന്ന് ഉണ്ടായെങ്കിലും പുറപ്പാടിൻ്റെ ഛായാഗ്രാഹകനായ വിപിൻ ദാസിൻ്റെ ഈഗോ കാരണം അത് സമ്മതിച്ചില്ല. അതിനാൽ തന്നെ മിനിയേച്ചർ ഷോട്ടുകൾ പുറപ്പാടിലെടുത്തത് നന്നായതുമില്ല. കാരണം വിപിൻ ദാസിന് അറിയില്ല മിനിയേച്ചർ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്. ഇന്ന് അതൊക്കെ മാറി. 500 പേരുണ്ടെങ്കിൽ 5 ലക്ഷം പേരായി കാണിക്കാവുന്ന ടെക്നോളജി വളർന്നു. ബാഹുബലി പോലുള്ള സിനിമകളും മഹാഭാരതം, രാമായണം പോലുള്ള സീരിയലുകളും നമുക്കത് കാണിച്ചു തന്നു. മിനിയേച്ചറും ആർട്ട് വർക്കുകളും ഇല്ലാതെ ഗ്രാഫിക്സിലൂടെ ചെയ്തെടുക്കാനാവും ഇതൊക്കെയെന്ന് ടെക്നോളജി നമ്മളെ പഠിപ്പിച്ചു. അധിക സമയവും പണവും ചിലവിടാതെ ഞാൻ സംവിധാനം ചെയ്ത നിഴൽക്കണ്ണാടിയിൽ ഹൊററും ക്രൈമും ആയിരുന്നു. നായികയും പ്രേതവുമായി ഇരട്ട വേഷത്തിൽ പ്രധാന കഥാപാത്രമായ നായിക ഒരു ഷോട്ടിൽ തന്നെ പടിക്കെട്ടിറങ്ങി വരുന്നത്. നായിക വരും, നായികയുടെ പുറകിൽ നിന്ന് പ്രേതം, അവർ തന്നെയാണ് പ്രേതവും. അവരും ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടുകളൊക്കെ എടുത്തിരുന്നു. അതുപോലെ തന്നെ തലയില്ലാത്ത ഒരു സ്ത്രീ ഊഞ്ഞാലിലിരുന്ന് വീണ വായിക്കുന്നത്, ആരും വീണ വായിക്കാതെ തന്നെ തന്നെത്താനെ വീണ ചലിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ ഗ്രീൻ മാറ്റിൽ സമയമെടുത്താണെങ്കിൽ പോലും ഭംഗിയായി ചെയ്തിരുന്നു. എൻ്റെ സ്വസ്ഥതയും വീടും കൂടുമൊക്കെ നഷ്ടപ്പെടുത്തിയ പരമ്പരയായിട്ടും നിഴൽ കണ്ണാടിയിലെ ഈ പറഞ്ഞ തരം സീനുകൾ ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇതൊക്കെ ഞാൻ എടുത്തതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. വിവര സാങ്കേതിക വിദ്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. AI എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് AI. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ AI സാങ്കേതിക വിദ്യയുടെ പൂന്തി വിളയാട്ടമാണ് ഇപ്പോൾ. ദൃശ്യത്തിലും ശബ്ദത്തിലും ഒക്കെ AI കടന്നുകയറ്റം ഒരു പക്ഷേ തുടക്കമായതിനാലാണോ എന്നറിയില്ല, കാണുമ്പോൾ അതിശയം ജനിപ്പിക്കുന്നതാണ്. നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ കൃത്യമായി കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിശയം തോന്നും അവരുടെ ലിപ്പനങ്ങുന്ന കാണുമ്പോൾ. രജനീകാന്തിൻ്റെ ജയിലർ കണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, അനാരോഗ്യം, ക്ഷീണം എല്ലാം കൂടി ആ മുഖത്ത് ഒരു പ്രസരിപ്പും തരാതെയാണ് സിനിമ തുടങ്ങിയത്. നമ്മുടെ രജനീകാന്തല്ലേ എന്ന് സഹിച്ച് കണ്ടിരുന്നു. അപ്പോഴതാ വരുന്നു പഴയ ചുറുചുറുക്കുള്ള സ്റ്റൈൽ മന്നനായി ജയിലറുടെ വേഷത്തിൽ രജനീകാന്ത്. ഇന്ത്യൻ 2 എന്നല്ലോ കമൽഹാസൻ്റെ, ശങ്കർ സംവിധാനം ചെയ്ത്. ഇന്ത്യൻ 2 അഭിനയിച്ച് തീരുന്നതിനിടയിലാണ് നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനും വിവേകും മനോബാലയും മരണപ്പെട്ടത്. പക്ഷേ ആ സിനിമയിൽ മുഴുന്നുള്ള കഥാപാത്രമായി തന്നെ അവർ വന്നു, 3 വന്നു. ഇന്ത്യൻ 3 വരാൻ പോവുകയാണ്. അതിൽ കമൽഹാസൻ്റെ ചെറുപ്പം വലിയ കഥാപാത്രമാകുമെന്ന് പറയുന്നു. അതും AI സാങ്കേതിക വിദ്യയിലാണ്. മിച്ചൽ ക്യാമറയിലൂടെ ചിത്രീകരിച്ച പഴയകാല സിനിമകളിൽ നസീർ സാറൊക്കെ ഇരട്ട വേഷത്തിൽ വന്ന് പരസ്പരം തല്ലുകൂടുന്നതൊക്കെ കണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കൈയടിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിൽ ക്യാബറെ നൃത്തമാടുന്ന അല്ലെങ്കിൽ ക്യാബറെ ഡാൻസ് ചെയ്യുന്ന സീമയെ 10 കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിശയം കൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ കൈയടിച്ചിട്ടുണ്ട്. ക്യാമറയുടെ മുന്നിൽ പപ്പാതി മറച്ച് ചിത്രീകരിക്കുന്ന രീതിയിൽ കുറേ ഇരട്ടകൾ വന്നു പോയിട്ടുണ്ട് നമ്മളെ സിനിമയിൽ. എന്നാൽ മിക്കതിലും ഈ പപ്പാതികൾ കൂടിച്ചേരുന്ന ഇടം, 2 ഫ്രെയിമിൻ്റെയും 2 കൂടെ വന്ന് ജോയിൻ ആവുന്ന ഇടം മുഴച്ചു നിൽക്കുമായിരുന്നു. ടെക്നോളജി വളരുകയാണെന്ന് ശങ്കറിൻ്റെ ജീൻസ് പോലുള്ള സിനിമകൾ
നമുക്ക് കാട്ടിത്തന്നു. ശങ്കർ എന്ന സംവിധായകൻ കാലത്തിന് മുന്നേ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളും എത്ര കോടി വേണമെങ്കിലും പൊടിച്ചു കളയാൻ പറ്റിയ നിർമ്മാതാക്കളെ കിട്ടുകയും ചെയ്യുന്നതിനാൽ സാങ്കേതിക രംഗത്തെ അദ്ദേഹം കൂടുതൽ ആശ്രയിക്കും. പലപ്പോഴും അത് മുഴച്ചു നിൽക്കുകയും ചെയ്യും. പ്രശാന്തും ഐശ്വര്യ റോയുമായിട്ടുള്ള പാട്ട് സീനൊക്കെ ജീൻസിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന വിധമാണ് ടെക്നോളജി ഉപയോഗിച്ചത് ശങ്കർ. വിസി, രാമു എന്നീ ഇരട്ടകളെ കൊണ്ടേ വിവാഹം കഴിക്കൂ എന്ന് അപ്പൻ്റെ പിടിവാശിയിൽ നിന്ന് രക്ഷപ്പെടാൻ വൈഷ്ണവി എന്ന പെൺകുട്ടിയെ മധുപതി എന്ന കുട്ടിയാക്കി കബളിപ്പിക്കുന്ന ഒരു തമിഴ് ചപ്പടാച്ചി പടമായിരുന്നു ജീൻസ്. എന്നാൽ ഇരട്ട വേഷങ്ങൾ തമ്മിലുള്ള കളിയിലും AR റഹ്മാൻ്റെ സംഗീതത്തിലും നമ്മളൊക്കെ വീണുപോയി. ആ പടത്തിൽ രസമായി കണ്ടിരിക്കാം. ജീൻസ് ഒരു വലിയ വിജയവുമായി. ഇതിൻ്റെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ സംവിധായകൻ ശങ്കർ ശരിക്കും പിന്നീട് വഴിതെറ്റിപ്പോയി എന്ന് പറയാം. സിനിമ ഒരു കസർത്തായി എടുത്തു കക്ഷി. ഇന്ദ്രൻ പോലുള്ള സിനിമകൾ കണ്ടു തീർക്കാൻ അസാമാന്യമായ ക്ഷമ വേണ്ടിവരുന്ന ഘട്ടത്തിലേക്ക് പോയി കാര്യങ്ങൾ. ഇവിടെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് തുടക്കം കുറിച്ചത് മലയാളത്തിൽ TK രാജകുമാറായിരുന്നു, കണ്ണെഴുതി പൊട്ടും തൊട്ട്. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്ത സംവിധായകനായി ഒരാളെ പറയാമോ എന്ന് കേട്ടാൽ ഞാൻ പറയും എൻ്റെ സുഹൃത്തായ ഷാജി കൈലാസാണ്. ശങ്കറിനെ പറഞ്ഞ കണക്ക് സിനിമയിൽ കഥ പറയുന്ന രീതി മറന്ന് ഷോട്ടുകൾ ചന്നം ഭിന്നം ചപക് ഇങ്ങനെ എടുത്ത് ചേർത്തും സ്ഥാനത്തും അസ്ഥാനത്തും 48 ഫ്രെയിമും 16 ഫ്രെയിമും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് വിരസത സൃഷ്ടിച്ചു ഷാജി കൈലാസ്. ആ താണ്ഡവം എന്നൊക്കെ പറഞ്ഞ പടം നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അതിൻ്റെ തിക്തഫലം ഷാജി കൈലാസ് നന്നായി അനുഭവിക്കുകയും ചെയ്തു. പഴയ കാലമല്ല. 80കളിൽ ഒരു സ്ലോ മോഷൻ സീൻ പാട്ടിലോ ഫൈറ്റിലോ ഉപയോഗിക്കണമെങ്കിൽ ലാബിന് നല്ല ശമ്പളം കൊടുക്കണമായിരുന്നു. എത്ര അടി നീളം വരും ഒരു ഷോട്ടിന് എന്ന് കണക്കാക്കിയായിരുന്നു ലാബുകാർ അക്കാലത്ത് പൈസ വാങ്ങിയിരുന്നത്. ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇങ്ങനെ വന്നു പോകുന്ന ടൈറ്റിലുകളില്ലേ, അണഞ്ഞും വന്നും പോകുന്ന ടൈറ്റിലൊക്കെ ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് അക്കാലത്ത് 50,000 രൂപ ചെലവിടണമായിരുന്നു. ഇന്ന് ഡിജിറ്റൽ ആയതിനാൽ എളുപ്പമാവുന്നു കാര്യങ്ങൾ. പറയാം. നന്ദി, നമസ്കാരം.